എറണാകുളം ഇടക്കൊച്ചി കണ്ണങ്കാട്ട് രാത്രിയുടെ മറവിൽ ഗുണ്ടാസംഘങ്ങളുടെ വ്യാപക നിലംനികത്തൽ. കണ്ടൽക്കാട് നിറഞ്ഞ പ്രദേശം മണ്ണിട്ട് നികത്താനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. 3 പേർ പോലീസ് പിടിയിലായി. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒരു ഇടവേളയ്ക്ക് ശേഷം കൊച്ചി നഗരത്തിലാകമാനം നിലം നികത്ത വ്യാപകമാകുകയാണ്. ഇന്നലെ രാത്രിയും ഗുണ്ടാ സംഘങ്ങളുടെ സഹായത്തോടുകൂടി നിലം നികത്താനുള്ള ഒരു ശ്രമം നടക്കുകയുണ്ടായി. അതിനെ നാട്ടുകാരെ എതിർക്കുകയും ചെയ്തു. നമ്മളിപ്പോൾ ഉള്ളത് ഇടക്കൊച്ചി കണ്ണങ്കാട്ടാണ്. ഇവിടെയാണ് വ്യാപകമായ നിലം നികത്തിന് ശ്രമിച്ചത്. പ്രത്യേകിച്ചും കണ്ടൽക്കാടുകൾ നിറഞ്ഞ ഒരു പ്രദേശം കൂടിയായിരുന്നു ഇവിടെ. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇത് കുറേ നാളുകളായി നമ്മുടെ ഇടക്കൊച്ചി പ്രദേശത്ത് ഭൂമാഫിയ ഒരു വേഴവട്ട കാലത്തിന് ശേഷം പിടിമുറുക്കിയിരിക്കുകയാണ്. പല പ്രദേശങ്ങളിലും ഇതുപോലെയുള്ള നെൽവല നികർത്തി വലിയ ആളുകൾക്ക് വിൽക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് ഇടക്കൊച്ചിയെ മാറ്റിയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞിടക്ക് വേറൊരു സ്ഥലം നമ്മൾ ഇതുപോലെ നിർത്താൻ പോയിട്ട് തടഞ്ഞതാണ്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളും പാടങ്ങൾ തനിച്ച് കിടക്കുന്ന ഭൂമികളൊക്കെ ഇതുപോലെ നികർത്തി വിറ്റ് കൊള്ളലാഭം കൊയ്യുന്ന ഒരു വലിയൊരു മാഫിയ ഗുണ്ടകളുടെ സഹായത്തോടു കൂടി തമ്പടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഇടമായി ഇടക്കൊച്ചി മാറിയിരിക്കണം. ചേട്ടാ, ഇത് ഇന്നലെ രാത്രി എത്ര അധികം വാഹനങ്ങൾ വന്നു എന്ന് നിങ്ങൾ പറഞ്ഞു? ഇന്നലെ രാത്രി ഏകദേശം 100 ചില ലോഡ് അടിച്ചെന്നാണ് അറിവ് കിട്ടിയേക്കുന്നത്. 100 ചില ലോഡ് അറിവ് കിട്ടിയേക്കണത്. ഈ കണ്ടൽക്കാടൊക്കെ പൂർണ്ണമായിട്ട് ഈ കണ്ടൽക്കാടെല്ലാം പൂർണ്ണമായിട്ടും നശിപ്പിച്ച് ക്ഷേത്രത്തിന്റെ ഒരു മാവ് വരെ വെട്ടി അതിനകത്ത് അടിയിലേക്ക് മൂടിക്കളഞ്ഞ് ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് കയറിക്കൊണ്ടിട്ട്. അതായത് ഈ നടവഴിയെല്ലാം പിടിച്ചു. നടവഴിയല്ല, ക്ഷേത്രത്തിലേക്കുള്ള അന്നദാന ഹാളിലേക്ക് പോകുന്ന റോഡ് 10-40 കൊല്ലോട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റോഡ് വരെ JCB വെച്ച് നശിപ്പിച്ച് കളഞ്ഞ്. ചേട്ടാ, ഇത് ഇപ്പോൾ പോലീസിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്ന് പോലീസ് പരാതി വന്നിട്ട് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അത് 2 തമിഴന്മാരാണ്, 1 വാട്ടർ ടാങ്കിൻ്റെ ഡ്രൈവർ. അങ്ങനെ 3 പേരെ പള്ളുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. അത് നിലവുടമയെ ഇപ്പോഴും പിടിച്ചിട്ടില്ല. നിലവുടമേനെ SI വിളിച്ചപ്പോൾ നമ്മൾ നമ്പർ കൊടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞ് എനിക്കറിയാൻ പാടില്ല, ഞാനിങ്ങനെ നിർത്താൻ പറഞ്ഞിട്ടില്ലെന്നാണ് നില ഉടമയുടെ നിലപാട്. പിന്നത്തെ കോളിൽ വിളിച്ചപ്പോൾ പറഞ്ഞത് എന്തിനു നമുക്ക് പരിഹരിക്കാം, നമുക്ക് സംസാരത്തോട് തീർക്കാമെന്ന് വിളിച്ചു പറഞ്ഞു. അതായത് ഈ പ്രദേശം പൂർണ്ണമായിട്ടും ജനം ഇളകി കഴിഞ്ഞപ്പോൾ അപ്പോൾ പോളി പറഞ്ഞു നമുക്ക് പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞു. അതുതന്നെയാണ്, ഒരു വലിയ ജനക്കൂട്ടം വന്നു കഴിഞ്ഞപ്പോൾ സ്ഥല ഉടമ പിന്നീട് പ്രശ്നം പരിഹരിക്കാമെന്നുള്ള നാട്ടുകാരെ അറിയിക്കായിരുന്നു. എന്തായാലും നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. ഒരു സംഘം ആളുകൾ ഇവിടെ ചേർന്നിട്ടുണ്ട്. ആ പോലീസും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പറയുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു നിലനികത്ത്. ഈ പ്രദേശമാകും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ്. ആ പ്രദേശത്താണ് ഇത്ര വലിയ രീതിയിലുള്ള ഒരു നിലനികത്ത് നടത്താനുള്ള നീക്കം നടന്നിരിക്കുന്നത്. നാട്ടുകാർ ചെറുക്കുകയും എന്നാൽ ഈ സ്ഥലമുടമയോ അല്ലെങ്കിൽ മറ്റ് ഇത് നികത്താൻ കൊണ്ടുവന്ന JCB യോ അതല്ലെങ്കിൽ ഈ ടിപ്പർ ലോറിയോ ഒന്നും തന്നെ പിടിച്ചെടുക്കാനും കഴിഞ്ഞിട്ടില്ല.